ഇന്ന് എന്റെ മോളെ സ്കൂളിൽ പോക്കും എന്റെ മാപ്പിളുടെ ഓഫീസിൽ പോക്കും പിന്നെ എന്റെ ഒരു ദിവസത്തെ പരിപാടികളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ ആണെങ്കിൽ മഴ പെയ്യുന്നുണ്ടായി. കുറച്ച് നേരം പുറത്തു ഇരുന്നിട്ട് എനിക്ക് കുറച്ച് സമയത്തേക്ക് ആരോടും മിണ്ടുന്നൊന്നും ഇഷ്ടമല്ല. എണീച്ചപ്പോ ഞാൻ ആരോടും മിണ്ടാന്ന് നിൽക്കലില്ല. പിന്നെ ഇന്നൊരു ഫ്രൈഡേ അല്ലേ, എന്നാലും ഇങ്ങനെ ഈ ചോപ്പ് ഡ്രസ്സിൽ ഇട്ട് കൊടുക്കാം. അക്കാണെങ്കിൽ എന്റെ മാപ്പിളുടെ ഷർട്ടിൽ ഇഷ്ടമില്ലാത്തൊരു ഷർട്ടാണ്. എന്റെ മാപ്പിൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇന്നലെ ഷർട്ട് ഇസ്തിരി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈ ഒരു ഷർട്ട് എടുത്ത് ഇസ്തിരിയൊക്കെ ഇട്ടിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. മോൾ എണീക്കുന്നതിന് മുന്നേ ഓളെ ലഞ്ച് ബാഗെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെക്കും. ഓൾ എണീച്ചാൽ പിന്നെ എനിക്ക് ഇതൊന്നും നേരം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു വീട്ടിൽ എല്ലാ പണിയും ഞാൻ എടുക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെയല്ല, ഞാൻ അല്ലറ ചില്ലറ പണികൾ മാത്രമേ എടുക്കാം. കയറിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി ഇന്നലെ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ ഓളാണ് ഇതിൽ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടായിന്, അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പം മോക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഈ കട്ട്ലറ്റ് തന്നെ ഇന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ച് അങ്ങനെ ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ പൂരിയാണ് മോക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പൂരിയാണെങ്കിൽ ഒരു ചെറുക്കൻ്റെ മൂഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂരിയെന്ന് ചുട്ടിട്ടുണ്ടായത്. അതാകുമ്പോൾ ഓക്ക് ഇങ്ങനെ മുക്കി കഴിക്കാനും എളുപ്പമായിരിക്കും. ഇങ്ങനെ മുറിക്കേണ്ടൊന്നും ആവശ്യമില്ലല്ലോ, നമ്മളില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കാന്നാണ് ഞാൻ ചിന്തിക്കുക. ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് മോക്ക് കൊടുത്തിട്ടുണ്ടായത് കുഞ്ഞു പൂരിയും അതേപോലെ ഗ്രീൻ പീസ് കറിയും അതേപോലെ 2 കട്ട്ലറ്റ് ആണ് കേട്ടോ. അപ്പൊ കട്ട്ലറ്റ് 2 വേണ്ട 1 വേണ്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ടായി. രാവിലെ തന്നെ എണീച്ചിട്ട് ദേഷ്യം വന്ന എന്റെ മോളെ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഹെയർ ആണെങ്കിൽ കുറച്ച് മെസ്സി ആയിട്ടുണ്ടായി. ഞാനൊരു ലോഷൻ തേച്ച് അതൊക്കെ ഒതുക്കി വാരി കൊടുത്തിട്ടുണ്ടായി. പെണ്ണിനാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് കുളിക്കാനും കഴിയില്ല നനക്കാനും കഴിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര തണുപ്പാണ്. ഇപ്പം സാധാരണ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് കൊണ്ടാക്കാൻ പോക്ക്, പക്ഷെ ഇന്നാണെങ്കിൽ ബസ് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ബസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞേരം എന്റെ മോള് പോയിട്ടുണ്ടായിന്. മോള് സ്കൂളിൽ പോയിട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അന്നേരം ഉമ്മ പറഞ്ഞാൽ ശ്രീണ്ടാരൊക്കെ പോകണം, അതുവഴി ഞാൻ ഉപ്പാന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഉപ്പാനെ ഒന്നിച്ച് രാത്രിക്ക് വരുന്നെല്ലാം പറഞ്ഞു. പിന്നെ ഞാനും അനിയത്തിന്റെ കുട്ടിയും മാത്രമേ വീട്ടിലുണ്ടായത്. പിന്നെ റൂമിലൊന്ന് തട്ടിപ്പിടിച്ച് ചെന്നപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെറുങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു 12 മണിയാകുമ്പോൾ അന്നേ ഫുഡ് കഴിക്കല്. അതുകൊണ്ട് ഞാൻ അന്നക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്നാ സാധനം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതാണെങ്കിൽ ഈ ഗോതമ്പില്ലേ അമ്മ ചപ്പാത്തിക്ക് പരത്തില്ലേ, അതേപോലെ പരത്തിയിട്ട് ഞാനിങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ എനിക്ക് മാങ്ങ ഒക്കെ മുറിച്ചു കൊണ്ടിട്ടുണ്ടായി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലേശം ക്രീം പീസറും ഞാൻ ആക്കിയ ആ സാധനമൊക്കെ കഴിച്ചിട്ടുണ്ടായി. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്തുണ്ട് ഒരു അപശബ്ദം. ആരാന്നത്? അതന്നെ എന്റെ ഉമ്മ തന്നെ. ഉപ്പാന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞിട്ട് ഇടത്തേക്ക് ബസ് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ കയറി വന്നു. വല്ലാത്ത ജാതി ആൾക്കാർ തന്നെ. പിന്നെ ആണെങ്കിൽ ഞാൻ എന്തൊക്കെ അനിയത്തി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിട്ടാ. അതാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്റെ ഗെയിമിൽ ഫോണല്ല. പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് ഫേസ് പാക്ക് ഒക്കെ എടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞേരം അതെല്ലാം ഉണങ്ങിയപ്പോൾ കുളി ഫ്രഷ് ആയിട്ടുണ്ടായിന്. പിന്നെ വൈകുന്നേരം ആയ സമയത്ത് മോളെ കൂട്ടാൻ പോയി. അങ്ങനെ മോള് വന്ന് എനിക്ക് മോള് വീട്ടിൽ വന്ന ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ഓളെ കൊണ്ട് എഴുതിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വലിയ എഴുതിക്കലൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ സ്റ്റാൻഡിങ് ലൈന് സ്ലീപ്പിംഗ് ലൈന് അതൊക്കെ ഒന്ന് എഴുതി കൈയൊന്നും ലെവലായി വരണം. പണി ഞാനെന്നെങ്കിൽ വെള്ളിയാഴ്ച വന്നാൽ പിന്നെ വേഗം വലിച്ചു ചേർന്നിട്ട് ശനി ഞായർ ലീവല്ലേ, തിങ്കളാഴ്ച രാവിലെ എണീച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി ചെയ്യാന്നല്ലേനും എൻ്റെ ഒരു മെയിൻ. ഇന്നെ പോലെ തന്നെ എന്റെ മോളെ ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓളോ ചെയ്യാനുള്ളതെല്ലാം ആദ്യമേ ചെയ്തു വെക്കട്ടാ. പിന്നെ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരം ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു. റുപ്യാണെങ്കിൽ മാംഗോസ്റ്റീൻ കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അങ്ങനെ അതിന് 2-3 എടുത്ത് നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ മാപ്പിള മെസ്സേജ് പറഞ്ഞു ഞാൻ ഇന്നും ഇറങ്ങിയിട്ടില്ല എന്നാ പിന്നെ കുറച്ച് കഴിയും വരാൻ വേണ്ടി. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല, ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് പോയി കടന്നു. അപ്പൊ ഇത്രയുള്ളൂ, എന്നാ പിന്നെ നടക്കണം.